ഈ സെൽഫ് ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. നമ്മൾ പ്രിപ്പറേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഇംപ്രൂവ്മെന്റിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. പലപ്പോഴും ഇംപ്രൂവ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടാകും, പക്ഷെ അതിനുവേണ്ടി നമ്മളൊന്നും തന്നെ തയ്യാറെടുക്കുന്നുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു റിയലിസ്റ്റിക് ഗോൾ നിങ്ങളുടെ യാത്രയിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾസ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അത് റിയലിസ്റ്റിക് ആയിരിക്കില്ല. നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു റിയലിസ്റ്റിക് ഗോളാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. നമ്മൾ ചുമ്മാ വെറുതെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നത് കണ്ടിട്ട് അതനുസരിച്ചിട്ട് ഗോളുകൾ സെറ്റ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് എത്തുന്നതിനെ കുറിച്ചിട്ട് നല്ല ധാരണ ഉണ്ടാവും. അതിലേക്ക് എത്താനുള്ള നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ്. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റും. ഐ ക്യാൻ ഇംപ്രൂവ്, എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് എന്റെ മനസ്സിനോട് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് മാപ്പ് നമ്മൾ തയ്യാറാക്കണം. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് മാപ്പ് തയ്യാറാക്കണം. പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷനിലും നിങ്ങൾക്കും വേണ്ട ഒരു ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള റോഡ് മാപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്. എന്താണ് വർക്കാവുന്നത്, എന്താണ് വർക്കാവാത്തത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവും. ഒരു സെൽഫ് അസസ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. എവിടേക്കാണ് പോകേണ്ടതിനെ കുറിച്ചിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആയാൽ കൊള്ളാം, ഇങ്ങനെ ആയാൽ കൊള്ളാം. ഇതിനൊന്നും തന്നെ ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ വീക്ക്നെസ് എന്തെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യും. ഒരിക്കലും ഒരു റോഡ് മാപ്പ് ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് അച്ചീവ് ചെയ്യുന്നും ഉണ്ടാവില്ല. ഈ ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ഹാബിറ്റ് ആണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏത് ഏരിയ ആണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ആ ഏരിയയിൽ ഒരു ഹാബിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു വൺ ടൈം ആക്ട് ഒന്നുമല്ല, പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കാൻ റെഡിയാവും. ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു സസ്റ്റൈനിങ് മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ റെഡിയാവും. അപ്പോൾ മാത്രമാണ് നമുക്ക് അത്തരത്തിൽ പോകാൻ പറ്റുക. ഇപ്പോ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പേഷ്യൻസോട് കൂടി നിങ്ങൾക്ക് ഗോളോട് കൂടി മൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കാണ്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസ് ഉണ്ടാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, അതേ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഈ പലപ്പോഴും ഈ പ്രൈഡ് കൂടിയിട്ട് എനിക്കതൊക്കെ അറിയാം. അത് പ്രൈഡ് ഒരു അഹങ്കാരമായിട്ടൊക്കെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഫീഡ്ബാക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഫീഡ്ബാക്സുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇംപ്രൂവ്മെന്റ്സ് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് നല്ല ഫീഡ്ബാക്സ് തരുന്ന നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടാവും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫീഡ്ബാക്സ് വരുന്ന സമയത്ത് അതൊക്കെ എനിക്കറിയാം, എന്നോട് ആരും ഒന്നും പറയണ്ട. ഈ ഒരു അവസ്ഥയിൽ ഒരിക്കലും നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം, അതുപോലെ തന്നെ ഒരു ഹ്യൂമിലിറ്റി ഉണ്ടാവും. എങ്കിൽ മാത്രമേ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റൂ. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആരെങ്കിലും കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പൊസിഷൻ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ആൾക്കാർ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോ നമ്മള് ഗ്രോത്ത് സംഭവിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപെർഫെക്ഷൻസ് ഉണ്ടാവും. നമ്മൾ പെർഫെക്റ്റ് അല്ലാത്ത ഏരിയയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ്. പലപ്പോഴും പല ആൾക്കാരും അതിനെ മൂടാൻ വേണ്ടിയിട്ട്, നമ്മൾ പെർഫെക്റ്റ് അല്ലാത്ത ഏരിയ മൂടാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുന്നുണ്ടാവും. അത് അവരുടെ മേലത്തേക്ക് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ ടീച്ചബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേ ടീച്ചബിൾ എന്ന് പറയും. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം നമ്മൾ പഠിക്കാൻ എപ്പോഴും തയ്യാറാവുക. ഏത് ലെവലിലാണ് എത്തേണ്ടത് ആ ലെവൽ വരെ നമ്മൾ പഠിക്കാൻ റെഡി ആവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഈ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, കോൺഫിഡൻസ് എങ്ങനെ ഉയർത്താൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ലേണിങ്ങിലൂടെ മാത്രമേ പറ്റൂ. നിങ്ങൾ എവിടെ വെച്ചിട്ട് നിങ്ങളുടെ ലേണിംഗ് അവസാനിപ്പിക്കുന്നു, അവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഗ്രോത്ത് അവസാനിക്കും എന്നാണ് പറയുന്നത്. ഏത് സമയത്തും നമ്മൾ ലേൺ ചെയ്യാൻ റെഡിയാവുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ലേണിംഗ്, ബുക്കുകൾ വായിക്കുക, ചില വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, മെന്റേഴ്സുമായിട്ട് കൂടുതൽ സമയം എൻഗേജ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് കണ്ടിന്യൂസ് ലേണിംഗിൽ ഗ്രോത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് വായനയൊക്കെ നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് എന്തെങ്കിലും വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കാനോ വേണ്ടിയിട്ട് നമ്മൾ ചില മടി കാണിക്കുന്നുണ്ടാവും. ഈ സക്സസിൽ നിന്നും ഫെയിലറിൽ നിന്നും പഠിക്കാനുണ്ടെന്നുള്ള മടി മനസ്സിലാക്കുക. രണ്ടിടത്തു നിന്നും പഠിക്കാനുണ്ട്. ലേൺ ഫ്രം സക്സസ് ആൻഡ് ഫെയിൽ. സക്സസിൽ നിന്ന് മാത്രമല്ല, ഫെയിലറിൽ നിന്ന് മാത്രമല്ല, രണ്ടിടത്തു നിന്നും നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ള മനസ്സിലാക്കുക. നിങ്ങൾ സക്സസ്ഫുൾ ആവുന്ന സമയത്ത് എങ്ങനെയാണ് സക്സസ്ഫുൾ ആയെന്നുള്ളത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഫെയിലിയർ ആവുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഫെയിലിയർ ആയെന്നുള്ളത് പഠിക്കാൻ പറ്റും. എന്നിട്ട് അതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും. നമുക്ക് സക്സസിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. സ്കില്ലിൽ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ നോളജ് സെയിം ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ വരുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഗ്രോത്ത് ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. ഇപ്പോ പുതിയ ടെക്നോളജികൾ വരുന്നു, അതെല്ലാം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ടെക്നോളജിക്ക് അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് പറ്റാത്ത ആളായിട്ട് മാറുന്നുണ്ടാവും. ഒരു പ്രൊആക്റ്റീവ് മൂഡ് ഉണ്ടാവും. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യരുത്. കാരണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഇമോഷണലി എന്താണോ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ആൾക്കാരോട് റിയാക്ട് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് മാറ്റും. ഒരു പോസിറ്റീവ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഹാബിറ്റിലൂടെ മാത്രമേ പറ്റൂ. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില ഹാബിറ്റുകൾ ഉണ്ടാക്കണം. അത് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഒരു റെഗുലർ ഇമ്പ്രൂവ്മെന്റ്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ആരെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു, അവരോട് നന്ദിയുള്ളവരാവുക, ഡിസിപ്ലിൻഡ് ആവുക, തുടർച്ച ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരാൾ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു, അതിന് നിങ്ങൾ നന്ദിയുള്ളവരാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു അതേ മേഖലയിൽ തന്നെ നിങ്ങൾ അതിനേക്കാൾ മികച്ച ഒരാളായി തീരുന്ന സമയത്തും അത് മറന്നുപോകും. അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് ചെയ്തു, പിന്നെ അത് ഇട്ട് കളയുന്നതിന് പകരം ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യും. ഒരു കൃത്യതയോട്, ഒരു കൃത്യസമയത്ത് എന്തെങ്കിലും ചെയ്യാൻ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള ഉറപ്പുവരുത്തുക. തുടർച്ചയുണ്ടാവും. ഇടക്കിടക്ക് വെച്ച് നിർത്തിക്കളയും. കുറച്ചു നേരം വന്ന് കുറച്ച് കാര്യം ചെയ്യും, പിന്നെ കുറച്ച് സമയം കുറച്ച് നേരം ഒന്നും ചെയ്യാതിരിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റും. ചില നെഗറ്റീവ് ഹാബിറ്റുകൾ ഉണ്ടാകും. അതിനെ പോസിറ്റീവ് ഹാബിറ്റ് കൊണ്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാം. രാവിലെ ഉണരുന്നത് ലേറ്റ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അത് രാവിലെ ഉണരുന്ന ശീലമാക്കി മാറ്റും. അത് റെഗുലർ ആണോ, ഹാബിറ്റാക്കി മാറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, എങ്കിൽ പിന്നെ അത് പിന്നെ ചെയ്യാം. അല്ല, നാളത്തേക്ക് മാറ്റുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഡു ഇറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഫ്രേസ് നമ്മളുടെ ഹാബിറ്റാക്കി മാറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രോത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ ട്രാക്ക് ചെയ്യും. അത് റെഗുലർ ആയിരിക്കും. റെഗുലർ ആയിട്ട് എന്ത് ഗ്രോത്ത് ആണ് ഉണ്ടാകണമെന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഗ്രോത്തിനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്കുണ്ടായ ഇമ്പ്രൂവ്മെന്റ്സ് എന്തൊക്കെയാണ് അത് നിങ്ങളൊന്ന് നോക്കിക്കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഗ്രോ ചെയ്യാനുള്ളൊരു പോസിറ്റീവ് നമുക്ക് ഉണ്ടാവില്ല, ഒരു ത്വര ഉണ്ടാവില്ല. ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോ ചില ചെറിയ ആക്ഷൻസ് ആയിരിക്കും. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിരിക്കും. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ തിരിച്ചറിയാം. ഇമോഷണൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവും. നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യമല്ല. ചില റിലേഷൻഷിപ്പുകൾ ഉണ്ടാക്കുന്നതിൽ ചില പെർഫോമൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ടാവും. ഇത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് നോക്കിയാൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോ ഇല്ലോ എന്ന് അറിയാനായിട്ട് ചില സമയത്ത് നിങ്ങൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നിരിക്കട്ടെ. അത് നിങ്ങൾ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് റിയാക്ട് ചെയ്യേണ്ടതിന് പകരം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം.
ഒരാൾ വന്ന് നിങ്ങളുടെ നന്നായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അതിനേക്കാൾ ദേഷ്യത്തിൽ സംസാരിച്ച് ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടിരുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരാൾ നിങ്ങളോട് വളരെ മോശം സാഹചര്യത്തിൽ സംസാരിക്കുമ്പോൾ പോലും വളരെ കൂളായിട്ട് നിന്നിട്ട് ആളെ വളരെ കൂളാക്കാൻ പറ്റുന്ന നമ്മൾ ഗ്രോ ചെയ്ത്, പക്ഷേ ഇത് നിങ്ങൾ മെഷർ ചെയ്യണം. അപ്പൊ നമുക്കുണ്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ്സിനെ നമ്മൾ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. ആ ഗുഡ്, നമ്മൾ അത്തരത്തിൽ എത്തിയിട്ടുണ്ട്. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് ഗ്രോത്ത് സ്കില്ലിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സെൽഫ് കൺട്രോൾ പലപ്പോഴും ഗ്രോത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലിൽ ഒന്നാണ് സെൽഫ് കൺട്രോൾ. പല ആൾക്കാർക്കും ഗ്രോത്ത് ഉണ്ടാകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. ഈ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്, ചലഞ്ചസ് സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഈ ഇമോഷണൽ ബാലൻസ് എന്ന് പറയുന്നത് ലോങ് ടൈം സക്സസിന് വളരെ ഇമ്പോർട്ടന്റ്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചില സമയത്ത് ചില പ്രത്യേക സാഹചര്യത്തിൽ ചില ആൾക്കാരുടെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്തു പോകും. പക്ഷെ ഈ ആളെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സമയത്ത് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആളുടെ അടുത്ത് നിന്ന് ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. പല സമയത്ത് ആൾക്കാർ ചില രീതിയിലൊക്കെ പെരുമാറുന്നത് ആ സിറ്റുവേഷൻ കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മളും പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അവരുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് അതിന് അർത്ഥം. ഏതൊരു സിറ്റുവേഷനിലെയും നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റും. ഈ ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സെൽഫ് അവയർനെസ്സിന് ഉള്ള കണ്ണാടി എന്നാണ് പറയുന്നത്. നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടണം. എങ്ങനെ ഫീഡ്ബാക്കുകൾ കിട്ടുക? നിങ്ങൾ അതിനുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരാളല്ല എന്നുണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളോട് പറയില്ല. ഇപ്പൊ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് ഒരു ഫീഡ്ബാക്ക് തരുന്ന സമയത്ത് അതൊക്കെ എനിക്കറിയാം, അത് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ വെച്ചിട്ട് ഫീഡ്ബാക്ക് തരുന്നത് അവസാനിപ്പിക്കും. ഒരു ഓപ്പൺനെസ് ഉണ്ടാവും. ഒരാളൊരു ഫീഡ്ബാക്ക് പറയുന്നത് ഓ ശരി അങ്ങനെയാണല്ലോ, താങ്ക് യു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സന്തോഷമുണ്ട് കേട്ടോ. കാരണം അവർക്ക് തോന്നണം നിങ്ങൾ അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ്സ് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുന്ന ഒരാളാന്ന് തോന്നിയാൽ മാത്രമേ അതിന് നിങ്ങൾക്ക് വീണ്ടും ഫീഡ്ബാക്ക് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കും. ഫീഡ്ബാക്കുകൾ അവസാനിപ്പിക്കുന്നുണ്ടാവും. പിന്നെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ട് നമുക്ക്. ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആണ്. നമ്മൾ ചിലപ്പോൾ കരുതും നമ്മൾ ഭയങ്കരമായിട്ടൊക്കെ എൻജോയ് ചെയ്ത് ചില കാര്യമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നമ്മുടെ വീക്ക്നെസ് ആയിരിക്കും. നമ്മൾ അതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് കരുതി നമ്മൾ ആ ലെവലിൽ തന്നെ അങ്ങ് കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ സംഭവിക്കുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ ഇയാള് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരുന്നുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ശരിയെന്ന് തോന്നി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് തന്നെ. പക്ഷെ നിങ്ങളുടെ ഗ്രോത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും തരുന്നുണ്ട്. ഈ പോസിറ്റീവ് സജഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ആക്ഷൻ പ്ലാൻ ഒക്കെ തയ്യാറാക്കി അവിടെ പോസിറ്റീവ് സജഷൻസ് കൊടുത്തിട്ടേയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എങ്കിൽ പോലും നിങ്ങൾ പോസിറ്റീവ് സജഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അത് ഉദ്ദേശിച്ച പോലെയൊക്കെ നടക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള സജഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. വീണ്ടും വീണ്ടും അത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ടൈം മാനേജ്മെന്റും ഡിസിപ്ലിനുമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ്സിന് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആവശ്യം. ചുമ്മാ നമ്മൾ കുറെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു ചെയ്യുന്നതിനപ്പുറത്തേക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സെൽഫായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഈ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇമ്പോർട്ടൻസും ഇമ്പാക്റ്റും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോ പ്രൊക്കാസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഡിസിപ്ലിനിലൂടെ മാത്രമേ പറ്റത്തുള്ളൂ. ഈ ഡിസിപ്ലിൻഡ് ആവുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളായിരിക്കും. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഡിസിപ്ലിൻഡ് ആവുക എന്ന് പറയുന്നതാണ് അതിന്റെ ഹാബിറ്റാക്കി മാറ്റുക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം പീരീഡിനുള്ളിൽ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വർക്കിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റണം. റെസ്റ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിക്രിയേഷൻ, ഇതെല്ലാം അടങ്ങുന്നതായിരിക്കും. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ വർക്കിനെ ബാലൻസ് ചെയ്യണം. പലപ്പോഴും നിങ്ങൾ വർക്ക് മാത്രമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള പ്രോപ്പർ റെസ്റ്റ് കിട്ടാതെ വരുന്നുണ്ടാവും. ഒരു റിക്രിയേഷനും ഒക്കെ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ബോറിംഗ് ആയിട്ട് മാറുന്നുണ്ടാവും. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന്
ഒരു ഫിക്സ് ചെയ്ത ഒരു മൈൻഡ് സെറ്റ് ഗ്രോത്ത് സെറ്റിലേക്ക് മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉണ്ട്. അവിടുന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോ ഏതെങ്കിലും ഒരു ചലഞ്ചസ് നമ്മൾ വരുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്ക് അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ അത് ഏത് ചലഞ്ചസ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ഏതൊരു ചലഞ്ച് വരുന്ന സമയത്തും ഇത് എനിക്ക് വലിയ പ്രോബ്ലം ആണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് പ്രോബ്ലത്തിലേക്ക് എത്തുന്നുണ്ടാവും. ഒരു ചെറിയ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പെർഫെക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യും. പലപ്പോഴും ചെറിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങളൊരു നല്ലൊരു പ്രസന്റേഷൻ നടത്തും, സെലിബ്രേറ്റ് ചെയ്യുക. അത് പ്രസന്റേഷൻ അത്ര പ്രധാനപ്പെട്ടതായിരുന്നു അല്ലെങ്കിൽ വലുതായിട്ട് എൻജോയ് ചെയ്യപ്പെട്ട അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചില സെറ്റ് ബാക്സ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ്. സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ സെറ്റ് ബാക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരാളായിട്ട് ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ ഒരു ഫെയിലിയർ ഉണ്ടായി, അതൊരു അവസാനമല്ല, അതൊരു ചില ഫീഡ്ബാക്ക് ആണെന്ന് നോക്കിയാൽ മതി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഫെയിലിയർ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഇനി ഇതിൽ നിന്ന് ഒന്നും കയറുക അത്ര എളുപ്പമല്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പലതവണ വീണിട്ട് അതിൽ നിന്ന് വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് മുന്നേറിയിട്ടുള്ള ആൾക്കാരാണ് ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആൾക്കാരും. ഒരിക്കൽ പോലും വീഴാത്ത ആൾക്കാരൊന്നുമല്ല. എത്ര ആൾക്കാരുടെ മുന്നിലാണ് നിങ്ങൾ വീഴുന്നത്, തിരിച്ചെഴുന്നേൽക്കുന്ന സമയത്ത് അതിനേക്കാൾ ശക്തി ഉണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ബൗൺസ് ബാക്ക് സ്ട്രോങ്ങർ എന്ന് പറയും. നിങ്ങൾ ബൗൺസ് ബാക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഇമ്പോർട്ടന്റ്. എത്ര തവണ വീണു എന്നുള്ളതിന് വലിയ കാര്യമൊന്നുമില്ല. ബൗൺസ് ബാക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു മെന്റലി ഒന്ന് ഒരു അഡ്വേഴ്സ് സിറ്റുവേഷനിലും മെന്റലി നമുക്കൊന്ന് ടഫ് ആവാൻ പറ്റും. നമ്മുടെ ഗോൾസിനോട് നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. ഇപ്പൊ പ്രോഗ്രസ് വളരെ സ്ലോയിലായിരിക്കുന്ന സമയത്തും നമുക്ക് നമ്മളുടെ ഗോളിനോട് കമ്മിറ്റഡ് ആവാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഒരു ആക്ഷൻ ഇടുന്നു, ഉടനെ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടണം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടി എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് വരും എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകും. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗ്രോത്ത് മൈൻഡ് സെറ്റോടുകൂടി വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും സക്സസ്ഫുൾ ആവാൻ പറ്റുന്നുണ്ട്.